2026 പ്രതിരോധ രംഗത്ത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് പുറത്തിറക്കാൻ പോകുന്ന 2 പ്രധാന ആയുധങ്ങളാണ് ഘാതക് സ്റ്റെൽത്ത് ഡ്രോണും മറ്റൊന്ന് 4.5 തലമുറ യുദ്ധവിമാനമായ തേജസിൻ്റെ മാർക്ക് 2ഉം. ഇതിൽ ശത്രുക്കളുടെ പേടി സ്വപ്നമായ ഘാതക്കിനെ കൊലയാളി ഡ്രോൺ എന്നും വിശേഷിപ്പിക്കാം. കാരണം അത്രയും പവർഫുൾ ആയുധമായാണ് ഇന്ത്യൻ ആയുധപ്പുരയിൽ ഘാതക് എത്തുന്നത്. 13 ടൺ ഭാരമുള്ള വിദൂര നിയന്ത്രിത ആളില്ല യുദ്ധവിമാനമായാണ് ഘാതക്കിനെ വികസിപ്പിക്കുന്നത്. ശത്രുക്കളുടെ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്ഫലമാക്കുന്ന ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളാണ് ഈ ആളില്ല യുദ്ധവിമാനത്തിൽ ഉപയോഗിക്കുന്നത്. ശത്രുകേന്ദ്രങ്ങളിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തുക, നിരീക്ഷണം, രഹസ്യ വിവരങ്ങൾ ശേഖരിക്കൽ തുടങ്ങിയ ദൗത്യങ്ങൾ മുന്നിൽ കണ്ടാണ് ഘാതക് ഡ്രോണിനെ വികസിപ്പിക്കുന്നത്. ശത്രുക്കളുടെ വ്യോമ മേഖലയിൽ പ്രവേശിച്ച് ആക്രമണം നടത്തുന്നതിനോടൊപ്പം തന്നെ റഡാർ സിഗ്നലുകൾക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ഉൾക്കൊള്ളുന്ന രൂപകൽപ്പനയോടു കൂടിയാണ് ഘാതക് നിർമ്മിക്കുന്നത്. 1.5 ടൺ ഭാരമുള്ള പേലോഡുകൾ വഹിക്കാൻ സാധിക്കുന്ന ഇൻറ്റേർണൽ വെപ്പൺസ് ബേയാണ് ഘാതക്കിൻ്റെ സവിശേഷതകളിൽ പ്രധാനം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കാവേരി ജെറ്റ് എഞ്ചിനാണ് ഘാതക് സ്റ്റെൽത്ത് ഡ്രോണിൽ ഉപയോഗിക്കുന്നത്. നേരത്തെ തേജസ് യുദ്ധവിമാനത്തിനു വേണ്ടിയാണ് കാവേരി എഞ്ചിൻ വികസിപ്പിച്ചത്. എന്നാൽ ആവശ്യമായ പ്രകടനം കാഴ്ചവെക്കാത്തതിനാൽ കാവേരി എഞ്ചിൻ പദ്ധതി ഇടയ്ക്ക് നിർത്തിവെച്ചിരുന്നു. എന്നാൽ ആ എഞ്ചിൻ വളരെ പവർഫുള്ളായി ഘാതക് ഡ്രോണിൽ ഉപയോഗിക്കാൻ അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ഇന്ത്യയുടെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻ്റാണ് ഘാതക്കിനു വേണ്ടി ഈ എഞ്ചിൻ വികസിപ്പിച്ചത്. സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഉൾക്കൊള്ളുന്ന എയർക്രാഫ്റ്റുകൾക്ക് അത്യാവശ്യം വേണ്ടതാണ് കുറഞ്ഞ ഇൻഫ്രാറെഡ് സിഗ്നലുകൾ പുറത്തുവിടുന്ന എഞ്ചിൻ. കാവേരി എഞ്ചിനും ഈ സവിശേഷതകളുണ്ട്. മാത്രമല്ല ശബ്ദവേഗതയിൽ പറക്കാനുള്ള തള്ളൽ ശക്തിയും ഈ എഞ്ചിൻ ഘാതക്കിന് നൽകും. ആഫ്റ്റർ ബർണർ ഇല്ലാതെ തന്നെ 49 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാനും കാവേരി എഞ്ചിന് കഴിയും. പൈലറ്റ് പറത്തുന്ന യുദ്ധവിമാനങ്ങൾക്കൊപ്പം ഘാതക്കിനെ നിയന്ത്രിക്കാനും സാധിക്കും. നിലവിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഘാതക്കിന് വലിപ്പമേറിയ ചിറകുകളാണ് ഉണ്ടാവുക. 3.7 ടണ്ണോളം ഇന്ധനം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഘാതക്കിന് 8 മണിക്കൂറോളം തുടർച്ചയായി പറക്കാൻ സാധിക്കും. 1000 കിലോമീറ്ററോളം ദൂരെ ചെന്ന് ആക്രമണം നടത്താനുള്ള ശേഷിയുമുണ്ട്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് ആക്രമിക്കാനുള്ള ശേഷിയും ഘാതക്കിനുണ്ടാകും. പരമാവധി 1500 കിലോയോളം വരുന്ന ആയുധങ്ങൾ വഹിക്കുന്നതിനൊപ്പം എയർ ടു എയർ മിസൈലുകൾ, ബോംബുകൾ എന്നിവ വഹിക്കാനും ഘാതക്കിന് കഴിയും. യുദ്ധവിമാനങ്ങൾക്കൊപ്പം അതിലെ പൈലറ്റിന് നിയന്ത്രിക്കാവുന്ന തരത്തിലോ കമാൻഡ് സെൻറ്ററിലിരുന്ന് നിയന്ത്രിക്കാവുന്ന തരത്തിലോ ഘാതക്കിനെ ഉപയോഗിക്കാമെന്നുള്ളതാണ് മറ്റൊരു വലിയ പ്രത്യേകത. സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയും കൂടുതൽ നേരം ആയുധങ്ങളുമായി തുടർച്ചയായി ഉപയോഗിക്കാമെന്നതും ഘാതക്കിനെ വേറിട്ട് നിർത്തുന്നു. തുടക്കത്തിൽ ഘാതക് സുഖോയ് 30 MKI യുദ്ധവിമാനത്തിനൊപ്പമാകും പ്രവർത്തിക്കുക. തുടർന്ന് ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ AMCAയ്ക്കൊപ്പം പ്രവർത്തിക്കാവുന്ന രീതിയിലാണ് തയ്യാർ ചെയ്യുന്നത്. DRDOയുടെ ഭാഗമായ എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് വികസിപ്പിക്കുന്ന ഘാതക്കിൻ്റെ നിർമ്മാണ പങ്കാളിയായിട്ടുള്ളത് L&T ആണ്. വ്യോമസേന 150 ഘാതക് ഡ്രോണുകൾ വാങ്ങുമെന്നാണ് പ്രാഥമികമായി ലഭിച്ചിട്ടുള്ള വിവരം.